ഞാനാണ് സുഗതനാണ്. എന്താ കണ്ടിട്ട് മിണ്ടാതെ പോയത്? ഞാനോ? കണ്ടിട്ട് മിണ്ടാതെ പോയ പോലെ തോന്നി എനിക്ക്. ഇന്നത്തെ ദിവസം അറിയുന്നത് 15-ാം തീയതിയാണ്. അതെ, നാളെ കാണുമ്പോൾ പിന്നെയും കാണും. അപ്പൊ 16 എന്നും പറയാലോ. ഒരുമാതിരി മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കരുതോ. ഇന്ന് കടയിലത്തെ പറ്റി തീർക്കാന്നല്ലേ നിങ്ങൾ പറഞ്ഞു? അതെ, പൈസ വേണ്ടേ സുഹൃത്താ, കയ്യില് പൈസ ഇല്ലാഞ്ഞിട്ടല്ലേ. അല്ല, അതൊക്കെറിയാ. കിട്ടില്ല എന്നറിയപ്പോ 2 കൊല്ലമായിട്ട് ഞാൻ കേട്ടോണ്ടിരിക്കണേ. ആ പെൻഷന്റെ പൈസ 40,000 ഉറുപ്പ്യ എനിക്ക് തരാനുള്ളത്. പൊന്ന് ചങ്ങാതി, ആ പെൻഷന്റെ പൈസ കൂടി ശരിയായി കഴിഞ്ഞാൽ ഞാൻ തരാന്ന് പറഞ്ഞില്ലേ? ഇതെന്ത് പെൻഷൻ അത്? നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്നില്ലല്ലോ, നിങ്ങൾക്ക് മാത്രം പെൻഷൻ കിട്ടില്ല. വേറെ എന്തൊക്കെയോ നൂലാമാലകളുണ്ട്, അതിന്റെ പേപ്പറും ഇതൊക്കെ ശരിയാവണ്ടേ, ശരിയായി വന്നിട്ടില്ല. എന്തായാലും അടുത്ത ആഴ്ച കിട്ടും, അതിൽ യാതൊരു തർക്കമില്ല. അത് കിട്ടിക്കഴിഞ്ഞാൽ എന്റെ പൈസ ഞാൻ തരും. വേണമെങ്കിൽ കുറച്ച് പൈസ കടം തരും. എനിക്ക് കടൊന്നും വേണ്ട, കിട്ടാനുള്ള കാശ് കിട്ടിയാൽ മതി. വിഷമം കൊണ്ടാണ് പറയണത്. നമുക്ക് കടയിൽ സാധനം ഇറക്കണമെങ്കിൽ 1000-ന്റെ കെട്ട് അങ്ങോട്ട് കൊടുക്കണം. അതെ, അതൊക്കെ വേണം. നിങ്ങളെ പോലെ ഓരോരുത്തരും 1000, 1000, 10,000, 5000, 50,000 ഒക്കെ ആയി കഴിഞ്ഞാൽ ഞാൻ എവിടുന്ന് എടുത്ത് കട നടത്തുക? അതെ, അതൊക്കെ പൈസ കൊടുക്കാതെ സാധനം കിട്ടില്ലല്ലോ. അല്ലെങ്കിൽ പെൻഷൻ കിട്ടുമോ? പെൻഷൻ കിട്ടും. ഉറപ്പ്? അതൊക്കെ ഉറപ്പുണ്ട്, കിട്ടും. അത് വിശ്വാസല്ലേ? കിട്ടിയില്ലെങ്കിൽ കിട്ടുന്നേ. ആ കയ്യിനാണിക്ക്, കയ്യിന് കാണിക്കുക, കിട്ടുന്നുള്ള കാര്യം ഉറപ്പ്, സത്യം. ഇപ്പൊ വിശ്വാസമായില്ലേ? കാര്യം എനിക്കൊരു 15 കിലോ അരി ആയിരിക്കുള്ള സാധനങ്ങളോടും വേണം. ഇനിയും ഇത് ഈ മനുഷ്യന്റെ ചെവിയിൽ വെള്ളം പോയി കഴിഞ്ഞാൽ വെള്ളം ഒഴിച്ചെടുക്കണ പോലെയാണ്. നാണല്ലേ സാർ നിങ്ങൾക്ക് എന്നോട് ഇനി ചോദിക്കാം? 40,000 ഉറുപ്പ്യ അപ്പൊ തന്നെ തരാൻ. അതേടോ, എനിക്കറിയാം, കയ്യില് പൈസ ഇല്ലാഞ്ഞിട്ടല്ലേ സുഗത. ഇങ്ങനെ ആർക്ക് പൈസ ഇല്ല പറഞ്ഞത് എടുത്തു കൊടുക്കാൻ? എന്റെ എവിടുന്നാണ് ഇത്? കിട്ടും, എനിക്ക് കിട്ടുമല്ലോ. കിട്ടിയ ഒരു കുഴപ്പമില്ല, പിന്നെ ഞാൻ എത്ര വേണമെങ്കിൽ തരാം. ആദ്യം ഈ കാശൊന്ന് തന്നു തീർക്കാൻ. അതേന്നെ, ആ പെൻഷൻ പൈസ ഇങ്ങോട്ട് കിട്ടട്ടെ. അത് കിട്ടും, അടുത്ത ആഴ്ച കിട്ടും. ഞാൻ പൈസ ഇങ്ങോട്ട് തീർത്ത് തരും. പിന്നെന്താ പ്രശ്നം? അതുവരെ പട്ടിണി നടക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടല്ലേ കേട്ടോ. എന്തേലും വേറെ ഒന്നും പറയണ്ട. ആണ് അങ്ങനെ കിട്ടിയില്ലെങ്കിൽ ഇപ്പൊ വേറെ വഴിയൊന്നുമില്ല. കിട്ടുന്ന അത് കിട്ടാതെ, അത് കിട്ടിയില്ല പിന്നെ എങ്ങനെയാ ജീവിക്കുക? അത് കിട്ടിയില്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ. അല്ല, ഇതിനിപ്പോ വേറെ ഒരു മുറയില്ല ഇപ്പൊ ഇത് കിട്ടാൻ. മുറ ഒന്നും വിചാരിക്കണ്ട. എവിടേക്കാ പോണു? ഞാൻ കടയിലേക്ക് പോവാ. കടയ്ക്ക് പോയി. അപ്പൊ അങ്ങനെ കേട്ടോ, ഞാൻ വരണ്ട്. പിന്നൊക്കെ ആ നോട്ടം കാണുമ്പോഴാണ് തരണട്ടത്. തരാം. ആള് നല്ല ആളാണ്, പക്ഷെ ഒരു കുറുമ്പനാണ്. എന്താ 10-10:30 മണിയായി. ഒരു മനുഷ്യൻ ഏതെങ്കിലും ഒരു കസാരയിൽ വന്നിരുന്നെങ്കിൽ എനിക്ക് പേടിയാവാണ്ടെങ്കിലും ഇരിക്കാറ്. എന്താ ഈ നിലക്കൊക്കെ ഉദ്യോഗസ്ഥരായ ചെയ്യാൻ കണ്ടത്? എനിക്ക് അറിഞ്ഞൂടാ. ഒരു സ്ലീപ്പർ ഉണ്ട് ഇവിടെ. 9-9:30 ആകുമ്പോ വന്നിട്ട് അങ്ങോട്ട് അടിച്ചു തൂത്തിട്ട് അവന്റെ പണി നോക്കി പോകും. പിന്നെ 2 തടിയന്മാരാണുള്ളത്. അവര് വന്നെങ്കിൽ വന്നില്ലെങ്കിൽ ഇല്ല. ആ ജാതി ആൾക്കാരാ അവര്. എന്തിനിപ്പോ ഞാൻ തന്നെ അങ്ങനെ നേരത്തെ പറഞ്ഞേ 10-11 മണിക്ക് തന്നെ ഞാനും പറഞ്ഞോളൂ. ഇനി നാളെ മുതൽ എന്നെ കൊണ്ട് പറ്റൂല. ഞാൻ ഒരാൾ വിചാരിച്ചപ്പോ ഈ ഓഫീസ് വന്നാവോ? എന്നിട്ട് വിശാലാക്ഷി എന്താ പറഞ്ഞു? വിശാലാക്ഷി എന്തോന്ന് പറയാൻ, ഉത്തരം മുട്ടി ഒരൊറ്റ ഇരിപ്പാണ്. ഈ സമയത്താണ് ഞാൻ അങ്ങോട്ട് കയറി ചെല്ലുന്നത്. എന്നിട്ട് എന്നെ കണ്ടതും ദേവി ചേച്ചി ഒരൊറ്റ നിലവിളി. ദേവി ചേച്ചിയുടെ വിളി കേട്ട് നീ ഞെട്ടിയില്ലേ? ദേവി ചേച്ചിയുടെ നിലവിളിയൊക്കെ ഒരുപാട് കേട്ടതാണ്. ആ ദേവിക്ക് ചേച്ചിയുടെ നിലവിളി കേട്ടുങ്ങൾ ഞെറ്റാലും ശരി, ഞെട്ടില്ലെങ്കിലും ശരി, എന്റെ നിലവിളി കേട്ടിട്ട് നിങ്ങളൊന്ന് ഞെട്ട്. അത് കോയസാറ് നിലവിളിക്ക് അപ്പോഴേ ഞങ്ങൾ ചേട്ടാം. ഈയുടെ സമയം എത്രയായി നിങ്ങളുടെ വിചാരം? ആ വിചാരം റെയിൽവേക്കാർക്കും വേണം. പറവൂര് 40 മിനിറ്റാണ് ട്രെയിൻ പിടിച്ചിട്ടത്. ലോലിത 40 45 45. അതെ, ഇതൊക്കെ സർവീസ് റൂളിന് എതിരാണ്. ഏത് ട്രെയിൻ പിടിച്ചിരുന്നതാ? അല്ല, ഈ വക കാര്യങ്ങൾ പറഞ്ഞിട്ട് ഓഫീസിൽ വരാൻ വൈകണത്. സർക്കാർ ജീവനക്കാർ ഓഫീസിന്റെ 8 കിലോമീറ്റർ പരിധിക്കുള്ളിൽ താമസിക്കണമെന്നും മേലാധികാരിയുടെ ഉത്തരവില്ലാണ്ട് ഹെഡ് ക്വാർട്ടേഴ്സ് വിട്ടു പോരുതെന്നാണ് സർവീസ് റൂള്. അങ്ങനെയാണെങ്കിൽ കോയസാർ ഒരു കാര്യം ചെയ്യും, ഈ ഓഫീസിന്റെ ഒരു 8 കിലോമീറ്റർ ചുറ്റളവില് ഞങ്ങൾക്ക് വാടക ഒരു വീടെടുക്കുക. വീടെടുത്തെന്നാൽ മാത്രം പോരാ, അത് സർക്കാർ തരുന്ന വാടക പദ്ധതിയായ 1050 രൂപയ്ക്ക് കിട്ടുക വേണം. പിന്നെ അനക്കൊക്കെ വാടക വീട് എടുത്തല്ലേ ലെക്ക് പണി. ലോലിത പറഞ്ഞു വരികയാണെങ്കിൽ കോയസാറും സർവീസ് റൂളിന് വിരുദ്ധമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതെങ്ങനെ? അല്ല, സാറിന്റെ വീട് ഈ ഓഫീസിൽ നിന്ന് 12 കിലോമീറ്റർ ദൂരത്തിലല്ലേ? സാറിന്റെ ഉമ്മ വിളിച്ചപ്പോ ഞങ്ങൾ അങ്ങ് അതുവഴി വന്നല്ലേ. നിങ്ങളോട് ഈ ഹൈവേ വഴി വരാൻ ആരാണ് പറഞ്ഞത്? ആ ഷോർട്ട് കട്ട് വഴി വന്നാൽ 7-7.5 കിലോമീറ്റർ ഉള്ളു എന്റെ വീട്ടിലേക്ക്. വാപ്പ മരിക്കുമ്പോ ഞങ്ങൾ ആ വഴി വരും. വാപ്പൊക്കെ മരിച്ചിട്ട് 10-17 കൊല്ലായി. 17 കൊല്ലം എന്നൊക്കെ പറഞ്ഞ ഒരു കൊല്ലം വന്നാ സാറേ? ആര് പറഞ്ഞു 17 കൊല്ലം എന്നൊരു കൊല്ലമല്ലാന്ന്? 2 കൊല്ലം ഞാൻ കഴിയാൻ പെട്ട പാടെന്താന്ന് എനിക്കേ അറിയൂ. അതെ, പെൻഷൻ പറ്റിയിട്ട് 2 കൊല്ലായി, ഇതുവരെ പെൻഷൻ കിട്ടിയിട്ടില്ല. ആളുകളുടെ നിന്ന് കടം വാങ്ങി ഞാൻ മുടിഞ്ഞു. മന്മതാ, കോയസാറേ നമസ്കാരം. നമസ്കാരം. മന്മതാ, ആ കഴിഞ്ഞ മാസത്തെ പ്രോഗ്രസ് സ്റ്റേറ്റ്മെന്റ് എന്തായി? സാർ അത് 2 ദിവസത്തിനുള്ളിൽ ശരിയാവും. ലോലിത, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വൈറ്റ് പേപ്പർ. ഇങ്ങനെയുണ്ട് തന്റെ തലവേദനയൊക്കെ? ഇല്ല, മൈഗ്രെയിൻ. അത് വന്നും പോയൊക്കെ അങ്ങനെ നിൽപ്പുണ്ട്. മന്മഥന്റെ തലവേദന പോലെ എന്റെ വരവ് പോക്കും. വരിക പോവാ. അത് നിങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല എന്ന് എനിക്കറിയാം.
എന്ത് ചെയ്യാൻ മൻപത 2 കൊല്ലമായി പെൻഷൻ പറ്റിയിട്ട് ഇതുവരെ പെൻഷൻ കാശ് കിട്ടിയിട്ടില്ല. PF സറണ്ടറൊക്കെ ആയിട്ട് 4-5 ലക്ഷം ഉറുപ്പിക ഇട്ടില്ലേ, ഒക്കെ തീർന്നോ? 2 പെൺകുട്ടികളെ കല്യാണം കഴിച്ചതിനെ കടം തന്നെ തീർന്നിട്ടില്ല കോയ സാറേ. പിന്നെ അതിന്റെ പുറമെയാണ് പലചരക്ക്, പാല്, മരുന്ന്. ഇതിനൊക്കെ പാടെ കൂട്ടിയാൽ ഇപ്പൊ ഏകദേശം ഒരു 1.5 ലക്ഷം രൂപ കടായിട്ടുണ്ടാവും. അതെ, നിങ്ങൾ എത്രയും പെട്ടെന്ന് എന്നെ ഒന്ന് സഹായിക്കണം. ആ പെൻഷന്റെ പേപ്പർ എല്ലാം കൂടെ അതൊന്ന് ഡയറക്ടർക്ക് അയച്ചു കൊടുക്കണം വേഗം. ഏയ് കോയ സാറേ, ഒന്ന് വേഗം അയച്ചു കൊടുക്കണം പറയാ. അതിനിപ്പോ NLC ഇട്ടാ ഞങ്ങൾ എന്ത് ചെയ്യും? സത്യശീലൻ സാറേ, നിങ്ങൾ ഈ പെൻഷൻ പറ്റുന്നതിന്റെ 3 വർഷം മുമ്പ് ഏതൊക്കെ ഓഫീസിലാണ് ജോലി ചെയ്തതെന്നും അവിടെ വേറെ ബാധ്യതകളൊന്നും ഇല്ല എന്നുള്ളത് ഇവിടെ അറിയണോ? അതായത് ഈ NLC സർട്ടിഫിക്കറ്റ് ഇവിടെ കിട്ടണോ? അവസാനം ഇവിടെ തന്നെ ജോലി ചെയ്ത് നിങ്ങള്. അതെ. പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് ഓടി വന്നിട്ട് നിങ്ങൾക്ക് അത് വേണം ഇത് വേണം പറഞ്ഞ് എങ്ങനെ എടുത്ത് തരുന്നത്? സാറേ, മൂവാറ്റുപുഴ ഓഫീസിൽ നിന്ന് NLC വന്നിട്ടില്ല. അത് വരാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മൻമഥൻ സാറേ, ഇവിടുന്ന് മൂവാറ്റുപുഴയ്ക്ക് ഒരു കത്ത് അയച്ചിട്ട് അത് ആവശ്യപ്പെടണ്ടേ? അല്ലാതെ ഞാൻ പെൻഷൻ പറ്റിയ കാര്യം എങ്ങനെ അവരറിയും? കത്ത് അയച്ചിട്ടുണ്ട്. എന്തോ ഒരു കത്ത് അയച്ചിട്ടുണ്ട്. അതെ, അത് 1.5 കൊല്ലം മുമ്പല്ലേ. ഒരു റിമൈൻഡർ കൂടി അയച്ചിട്ടില്ലല്ലോ. അതിന് സമയം കിട്ടണ്ടേ? ഇവിടെ അർജന്റ് ഫയൽസ് പോലും നോക്കി ഇവിടെ സമയം കിട്ടാനില്ല. ഇതും അർജന്റാണ്. നമുക്ക് 5 പൈസ ഇല്ലാതെ ഞാൻ നട്ടം തിരിഞ്ഞ് നിൽക്കുന്ന സമയമാണ്. പെൻഷൻ പൈസ കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ ആകെ ബുദ്ധിമുട്ടും. കടം വാങ്ങി വാങ്ങി മുടിഞ്ഞു കേട്ടോ. എഴുതാ സാറേ, സാർ ഇവിടെ നിന്ന് ബഹളം വെക്കാതെ ആ മൂവാറ്റുപുഴ ഓഫീസിൽ ചെന്ന് അന്വേഷിക്കുക NLC എന്താ വൈകുന്നതെന്ന്. അതുവരെ യാത്ര ചെയ്യാനൊന്നും വയ്യ മന്മത. ആ കോട്ടയത്ത് നിന്ന് മൂവാറ്റുപുഴയ്ക്കുള്ള റോഡ് തനിക്ക് അറിയാൻ പാടില്ല. എനിക്കറിയില്ല. അതൊക്കെ ആകെ കുണ്ടും കുടിയായിട്ട് കിടക്കുകയാണ്. ഞാൻ അതുവരെ യാത്ര ചെയ്ത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്കും പിന്നെ ഈ പെൻഷൻ വാങ്ങിക്കാൻ ഞാനുണ്ടാവില്ല. ഞാനും നിങ്ങളുടെ കൂടെ ജോലി ചെയ്തൊരു ജീവനക്കാരനല്ലേ. നിങ്ങളൊരു മര്യാദ കാണിക്ക്. ആ, ഇതൊക്കെ കേട്ടതൊന്നും ഞങ്ങൾ എന്തോ മര്യാദയോട് കാണിച്ചെന്ന്. സാർ എന്ത് വർത്താനായി പറയുന്നത്? ദുരിത, ഞാൻ ആ അർത്ഥത്തിലൊന്നും പറഞ്ഞല്ല. നിങ്ങള് വെറുതെ തെറ്റിദ്ധരിക്കല്ലേ. തെറ്റിദ്ധരിക്കരുതെന്ന് പറഞ്ഞാല് ഞങ്ങൾ അങ്ങനെ തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്. ഒരു ഓഫീസിൽ വന്നിട്ട് ജാതി വർത്താനം പറയും ആൾക്കാർ. എന്താ ഈ പറയുന്നത് കോയ സാറേ? നിങ്ങൾ വെറുതെ തെറ്റിദ്ധരിക്കുകയാണ്. ഞാൻ ആ ഉദ്ദേശത്തിലേ പറഞ്ഞതല്ല. ഞാൻ 2 കൊല്ലം മുമ്പ് ഇവിടുന്ന് റിട്ടയർ ആവുന്ന സമയത്ത് നിങ്ങൾ എന്താ പ്രസംഗിച്ചത്? സത്യശീലൻ ആനയാണ്, ചേനയാണ്, കുതിരയാണ്. സത്യശീലനെ പോലെ സത്യസന്ധനായിട്ടുള്ള ഒരാള് ഓഫീസുകളിൽ കാണാൻ പറ്റില്ല. അദ്ദേഹം എപ്പോ ഓഫീസിൽ വന്നാലും അദ്ദേഹത്തെ സ്നേഹിക്കണം, ബഹുമാനിക്കണം എന്നൊക്കെ. അതൊക്കെ ഒരു ചടങ്ങാണ്. അതൊക്കെ ആര് പെൻഷനായിരുന്നാലും പറയുന്ന വാക്കാണ്. ആനയാണ്, ചേനയാണെന്നൊക്കെ. അല്ലാണ്ട് പിന്നെ ഒരാളിനെ കുറിച്ച് പൊട്ടനാണ്, മണ്ടനാണെന്നൊക്കെ പറയാൻ പറ്റുമോ? കോയ സാറേ, ഞാൻ പോവാണ്. നിങ്ങൾ പറ്റുമെങ്കിൽ ആ മൂവാറ്റുപുഴയ്ക്ക് ഒരു റിമൈൻഡർ അയക്കി. ആ പെൻഷൻ കാശും ഗ്രാറ്റുവിറ്റിയും കിട്ടിയിട്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങളുള്ളതാണ്. അപ്പൊ ഗ്രാറ്റുവിറ്റി കിട്ടിയിട്ടില്ലേ? ഏയ്, അതല്ലേ പറയുന്നത്. അത് വേറൊരു കുരിശ്. എന്റെ ബന്ധത്തിലുള്ള ഒരുത്തന് ലോൺ എടുക്കാൻ വേണ്ടി ഞാൻ ജാമ്യം നിന്നു. ഇപ്പോ 90,000 ഉറുപ്പിക കുടിശ്ശികയായി. എന്താ ഓൻ അടക്കലില്ലേ? ഓൻ ഗൾഫിലാണ്. അവിടെ നല്ല നിലയിലാണ് കഴിയുന്നത്, പൈസ ഒക്കെ ഉണ്ട്. പക്ഷെ ഈ പൈസ അവൻ അടയ്ക്കുന്നില്ല. ഇപ്പോ ഇതിന്റെ ബാധ്യത എന്റെ പേരിലാണ്. എനിക്ക് പെൻഷൻ കുടിശ്ശിക കിട്ടിയിരുന്നെങ്കിൽ ഈ 90,000 രൂപ അടച്ചിട്ട് ആ ഗ്രാറ്റുവിറ്റി വാങ്ങിച്ചെടുക്കായിരുന്നു. അതെ, ബാങ്കിൽ ബാധ്യത ഉണ്ടെങ്കിൽ ഗ്രാറ്റുവിറ്റി ഒന്നും കിട്ടുന്നില്ല. കേട്ടല്ല സുഹൃത്തെ, അറിയാതെ പോലും ബാങ്കിൽ നിന്ന് ലോൺ എടുക്കണതിന് ജാമ്യം നിൽക്കല്ലേ. ജോലിതാ നോക്ക്, എന്നോട് അല്പം ദയവ് കാണിക്ക്. ഏതായാലും ഞങ്ങൾ മര്യാദ ഇല്ലാത്തവരല്ലേ. ഒരു 2 മാസം കഴിഞ്ഞിട്ട് ആലോചിക്കാം. അതെ, കുറച്ച് കഴിഞ്ഞാൽ നിങ്ങളും പെൻഷനാവും. നമ്മൾ ഒരുമിച്ച് ക്യൂ നിൽക്കേണ്ടതാണ് ട്രഷറിയിൽ, അത് മറക്കണ്ട. അത് അപ്പോഴല്ലേ. 2 കൊല്ലം കഴിഞ്ഞുള്ള വെള്ളപ്പൊക്കത്തിന് ഇപ്പോഴേ മുണ്ടുപൊക്കി പിടിക്കണം. ഈ കസേരയിൽ ഇരുന്നപ്പോ ഒരുപാട് പേരെ ദ്രോഹിച്ചതല്ലേ. കയറി ഇറങ്ങട്ടെ. സാറേ, ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ആ മൂവാറ്റുപുഴയെന്ന് NLC വന്നാലേ എന്നെ ഒന്ന് അറിയിക്കണം കേട്ടോ. എങ്ങനെ അറിയിക്കണം? അതിന് നമ്പർ എവിടെ? ഈ നമ്പർ ഉണ്ടല്ലോ, സാറിന്റെ മൊബൈലില് ഉണ്ടാവും. അതൊക്കെ 1-2 കൊല്ലായില്ലേ. ആരപ്പോ ഈ ആവശ്യമില്ലാത്ത നമ്പറൊക്കെ സൂക്ഷിക്കണം. ഒരു തുണ്ട് പേപ്പർ അതൊന്നും എടുക്കല, ഫയലാണ്. നിങ്ങളൊരു ഓഫീസിൽ ജോലി ചെയ്താണല്ലേ. അതൊക്കെ എന്താ കാട്ടു നിങ്ങള്? ഇതെടുത്താലോ, കുഴപ്പമില്ലല്ലോ. ആ, ഇതിൽ വിളിച്ചാ മതി കേട്ടോ. എന്നാ പിന്നെ ശരി, ആയിക്കോട്ടെ. അന്ന് നടന്ന പ്രശ്നം സാറിന് അറിയാമോ? അന്ന് ഉച്ചയ്ക്ക് നടന്ന പ്രശ്നം. ഇയാളുടെ ഭാര്യ റെയ്ഡിന് പിടിച്ചെന്ന് തമാശക്ക് പറഞ്ഞപ്പോ കോളറി കയറി പിടിച്ച നാരയാണ്. തമാശ പറഞ്ഞു. എന്റെ കോളറി കയറി പിടിച്ച് ഒറ്റ തള്ളു. പിടിച്ചാണ് തമാശ അല്ലേ?
വെറുതെ പറഞ്ഞ. ഇനി ഇമാതിരി തമാശകളൊന്നും എന്നോട് പറഞ്ഞേക്കില്ല. കാറ്റേ കാറ്റേ നീ പൂക്കാമരത്തില് പാട്ടും മൂളി വന്നു, പാട്ടും മൂളി വന്നു. മണ്ടോ സെല്ലുലോയിഡ് കണ്ടാ? അതൊക്കെ കണ്ടു. പക്ഷെ ഈ പാട്ട് എനിക്ക് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടായില്ല. അതെന്തു പറ്റി? ഇതൊരുമാതിരി പഴഞ്ചൻ പാട്ട് പോലത്തെ. ഇപ്പോഴത്തെ പാട്ടൊക്കെ ആകുമ്പോ നല്ല അടിപൊളി പാട്ടുകൾ. എനിക്ക് അതിനോട് ഇഷ്ടമുള്ളൂ. ഓ, നല്ല കലാബോധം. എന്റെ അച്ഛനെ ഒരു കടവിദ്വാനായിരുന്നു. കടവിദ്വാനാ? കടമല്ല, ഘടം. ഞാനോർത്ത് വല്ല കടം മേടിച്ച് മുടിഞ്ഞ് വിദ്വാനായി പോയി ഓർത്ത്. അല്ല, അത് എങ്ങനെ മനസ്സിലായി? എന്ത്? അല്ല, ഞാൻ കടം വന്ന് മുടിഞ്ഞൊരു വിദ്വാനാണെന്നേ. അയ്യോ, അത് ഞങ്ങൾ ഇവിടെ വേറെ സംസാരിച്ചതാ. ആ. ആരാ? ഞാന് 2011 ഫെബ്രുവരി 14 ഇവിടുന്ന് ട്രാൻസ്ഫർ ആയി പോയിട്ടുള്ള കൃഷി അസിസ്റ്റന്റാ. പേര് സത്യശീലൻ. നമസ്കാരം സർ. ആ, ഓഫീസിന്റെ പേ ബില്ലിലേ പേര് ഞാൻ കണ്ടിട്ടുണ്ട്, സത്യശീലൻ സാർ. അതെ അതെ അതെ. 2012 നവംബർ 30 ഞാൻ പെൻഷനായി കൊല്ലത്തൊരു ഓഫീസിൽ വെച്ചിട്ട്. ഇതുവരെ ഇപ്പോ പെൻഷൻ കിട്ടിയിട്ടില്ല. ഞാൻ ആകെ കടം വാങ്ങി മുടിഞ്ഞു. അയ്യോ സാറേ, എന്നാ പിന്നെ വേറെ ഏതെങ്കിലും ഒരു ദിവസം വരായിരുന്നില്ലേ? അയ്യോ, അതെന്താ? ഇന്നിപ്പോ ഇവിടെ ഞങ്ങളുടെ ഓഫീസറുടെ മോളുടെ കല്യാണ, എല്ലാവരും അങ്ങോട്ട് പോയിരിക്കുക. ഓഫീസ് അടച്ചിട്ടുണ്ടാന്ന് കരുതി ഞങ്ങൾ ഇന്നലെ കല്യാണത്തിന് പോയി. അല്ല, ഇന്ന് ഓഫീസിൽ ആരും ഉണ്ടാവില്ലായിരുന്നു. ഇന്നിപ്പോ പെൻഷന്റെ സീറ്റിലെ ആള് കല്യാണത്തിന് പോയിരിക്കുക. അല്ലെങ്കിലേ ഞാനൊരു ഭാഗ്യദോഷിയാ. സാറിന് ഇപ്പൊ എന്താ വേണ്ടത്? എന്റെ NLCക്ക് വേണ്ടി കൊല്ലത്തെ ഓഫീസിൽ നിന്നൊരു പേപ്പർ അയച്ചിരുന്നു. ഇതുവരെ NLC അവിടെ കിട്ടിയിട്ടില്ല. NLC കിട്ടിയാലേ എനിക്ക് പെൻഷൻ കിട്ടുള്ളൂ. കൊല്ലത്തെ ഓഫീസിലെ റെഫറൻസ് നമ്പർ വല്ലതും സാറിന്റെ പക്കലുണ്ടോ? അതിന് കയ്യിലുണ്ട്. അതൊന്ന് പറയും. വെച്ചതാ C1 185/2013. തീയതി എത്രയാണ്? 6/3/2013. പ്യാരിജാദ, 2013 ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്റർ എടുക്കും. ആ, NLC ആവശ്യപ്പെട്ട അയച്ച കത്ത് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓ, ദൈവാധീനം. പക്ഷേ സാർ ഇവിടെ ജോലി ചെയ്യുമ്പോ സ്റ്റോറിൽ നിന്ന് ഒരു പുസ്തകം എടുത്ത് വായിച്ചിരുന്നോ? പുസ്തകങ്ങൾ എടുത്ത് വായിക്കാറുണ്ട്. ആ, ഒരു KG ഗോവിന്ദ പിഷാരടിയുടെ കൃഷിയും ശാസ്ത്രീയ രീതികളും. അയ്യോ, അത് ഞാൻ വായിച്ചു കഴിഞ്ഞിട്ട് തിരിച്ചു കൊടുത്തു എന്നാണല്ലോ എന്റെ ഓർമ്മ. പക്ഷെ ഇവിടെ രജിസ്റ്ററിൽ അത് ചേർത്തിട്ടില്ല. ഇപ്പോഴും ഇവിടുത്തെ രേഖ പ്രകാരം സാറിന്റെ കയ്യിലാണ് ആ പുസ്തകം. ശരി, അങ്ങനെയാണെങ്കിൽ അതിന്റെ ബില്ലടച്ചാ മതിയല്ലോ. അത് മതി. പക്ഷെ ഈ പുസ്തകത്തിന്റെ വില എങ്ങനെയാ അറിയാ? വേണ്ടാതെ ഒരു 1000 രൂപ അങ്ങ് അടയ്ക്കാം. അത് പറ്റില്ല. ആവശ്യത്തിൽ കൂടുതൽ പൈസ ഇവിടെ മേടിച്ചു വെച്ചാലേ അത് നിയമവിരുദ്ധോ സാറേ. അപ്പൊ ഇനി എന്ത് ചെയ്യും? എനിക്ക് പെൻഷൻ വാങ്ങിക്കണ്ടേ? അല്ല സാറേ, ഈ പുസ്തകം പുറത്ത് വാങ്ങാൻ കിട്ടില്ലേ? ഓ, പുറത്തൊന്നും കിട്ടില്ല. അത് 19 നൂറ്റാണ്ടിൽ എങ്ങാണ്ട് അടിച്ച പുസ്തകമാണ്. നിങ്ങൾ എന്ത് മനുഷ്യനെ എന്റെ സത്യശീലൻ സാറേ. ഏതെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥരെ ആവശ്യമില്ലാത്ത പുസ്തകം വല്ലതും മേടിച്ച് വായിക്കുവോ? ഇനി ഒരു കാര്യം ചെയ്തു നോക്ക്, ആ ഗവൺമെന്റ് പ്രസ്സിലൊന്ന് അന്വേഷിക്ക്. ചിലപ്പോ പുസ്തകം കാണും, അല്ലെങ്കിൽ അതിന്റെ വിലയെങ്കിലും അറിയാൻ പറ്റും. പ്രസ്സിലൊക്കെ ഇപ്പൊ അത് കാണുമോ? അല്ല സാർ, ഒന്ന് ഗവൺമെന്റ് പ്രസ്സിലെ സൂപ്രണ്ടിനെ ഒന്ന് പോയി കണ്ടു നോക്ക്. എന്നാ കണ്ടു നോക്കാല്ലേ? ആ, ശരി. അപ്പൊ ശരി സാർ. എന്താ സാറേ? ഏയ്, ഞാൻ ആ സീറ്റിലായിരുന്നത്. പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നുണ്ടാവല്ലേ? എന്നാ ശരി. ശരി, അങ്ങോട്ട് തന്നെ വെച്ചേ. സാറിന് കിട്ടുമല്ലോ അല്ലേ? ഗോവിന്ദ പിഷാരടി. ഗോവിന്ദ കൃഷി 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 മൂസത്. ഇങ്ങനെ ഒരു സാധനം എന്റെ വല്ല കാര്യം ഉണ്ടായിരുന്ന മുക്ക് വരിക നടക്കണം. ഒരു രക്ഷയില്ല സത്യശീല. കാണാനില്ലേ സാർ? കാണാനില്ല. ഇതിന്റെ വിലയൊന്നും അറിയാൻ എന്താ മാർഗം? അതിപ്പോ എങ്ങനെ അറിയാൻ പറ്റും? ഈ രജിസ്റ്ററിനകത്ത് ഇല്ലല്ലോ, പിന്നെ എങ്ങനെ അറിയും? രജിസ്റ്ററിനകത്ത് ഇല്ലല്ലോ അല്ലേ?
ഇനിയിപ്പോ എന്ത് ചെയ്യും സാറേ? ഞാൻ ഈ പെൻഷൻ കിട്ടിയില്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ. സത്യശീല പുറത്തെവിടെയെങ്കിലും അന്വേഷിച്ചായിരുന്നു? എന്ത്? കൃഷിയും ശാസ്ത്രീയ രീതികളും. ഓ, ഒരുപാട് അന്വേഷിച്ചു, പക്ഷെ എങ്ങും ഇല്ല സാറേ. അങ്ങനെയാണെങ്കിൽ ഒരു വഴിയുണ്ട്. എന്ത് വഴി? ഈ മൂവാറ്റുപുഴ സ്റ്റോറില്ലേ, അവിടുത്തെ ഈ സ്റ്റോർ കീപ്പർ ആളെങ്ങനെ? ഓ, അയാള് തണ്ണിയാണ് സാറേ. ആ, എനിക്ക് നന്നായി. അല്ല, ഈ കൃഷി സംബന്ധമായ പഴയ പുസ്തകങ്ങൾ വല്ലതും വീട്ടിലിരിപ്പുണ്ടോ? ആ, ഒരു 3-4 കാണും. തന്നെ? അപ്പൊ സംഗതി എളുപ്പമായി. അങ്ങനെയാണെങ്കിൽ അതിൽ ഒരെണ്ണം എടുത്ത് എന്റെ പുറംചട്ടയും കീറി കളയണം. അയ്യോ, അതൊന്നും പറ്റില്ല സാറേ. ഒറ്റെണ്ണത്തിന് പുറഞ്ഞിട്ടില്ല. പിന്നെ കുറച്ചുകൂടെ എളുപ്പമായി. എന്തിനാണെന്ന് അറിയാമോ? ഈ പുറംചട്ടയില്ലാത്ത ഒരു പുസ്തകം എടുത്തതിന് ശേഷം ഒരു കമ്പ്യൂട്ടർ വിദഗ്ധനെ പോയി കാണണം. ഇപ്പോഴത്തെ പയ്യന്മാരൊക്കെ എന്ത് പറഞ്ഞു കൊടുത്താലും മനസ്സിലാവും, പെട്ടെന്ന് ചെയ്തു തരും. ഈ പുസ്തകം ഉണ്ടല്ലോ, പണ്ട് ഈ മിസൈൽ എന്ന് പറഞ്ഞ സാധനം, ഇതിന്റെ പുറംചട്ട ഓർമ്മയുണ്ടോ? അതിന്റെ നിറവും പിഷാരടിയുടെ കാര്യങ്ങളും ശാസ്ത്രീയവും ഒക്കെ. പഴയ പോലത്തെ ഒരു പുറംചട്ട അതിലടിക്കണം. എന്നിട്ട് അതിനെ നേരെ മൂവാറ്റുപുഴ കൊണ്ടുവരണം. മൂവാറ്റുപുഴ സ്റ്റോർ കീപ്പറെ കണ്ട് ഈ പുസ്തകം അങ്ങോട്ട് കൊടുത്ത് രജിസ്റ്ററിൽ ഒപ്പിടിക്കണം. അതിനുശേഷം പിന്നെ അങ്ങനെ സന്തോഷത്തിന് വേണമെങ്കിൽ ഒരു 90 വാങ്ങിച്ചു കൊടുക്കണം. പ്രശ്നം അതോടെ തീർന്ന്. എങ്ങനെ? സമ്മതിച്ചു. അതാണ്. അതെ, ഞാൻ ആ കാലിലൊന്ന് പിടിച്ചോട്ടെ? വേണ്ട വേണ്ട, സമയം മോശം. നല്ല ബുദ്ധി. സത്യശീല ചിരിക്കുന്നേ കൊള്ളാം. ഇത് വേറൊരാൾ അറിയരുത്. എന്റെ മക്കളാണ് സത്യം, ഞാൻ ഭാര്യയോട് പോലും പറയില്ല. പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 4 ആയി 5 ആയി 6 ആയി നാട്ടുകാർ മുഴുവൻ അറിയും. ഇതേ കഴിഞ്ഞ വർഷം ഞാൻ പ്രയോഗിച്ചൊരു പരിപാടിയാണ്. പറ്റുമോ നോക്ക്, ഒന്ന് ചെയ്തു നോക്ക്. ശരി ശരി, എന്നാ പിന്നെ പോട്ടെ സാർ. ഓക്കെ, ബൈ. ഓക്കെ ഓക്കെ. കോയ സാറേ, നമസ്കാരം. മൂവാറ്റുപുഴയിന്ന് NLC കിട്ടി. അതെ, ഞാൻ 10-16 തവണ മൂവാറ്റുപുഴയിൽ കയറി ഇറങ്ങി സംഘടിപ്പിച്ച സാധനമാണിത്. ഇത് മേശപ്പുറത്ത് വെച്ചിട്ട് പോകാൻ പറ്റില്ല. എന്നാ പിന്നെ 10-16 പ്രാവശ്യം ഞാൻ അലമാരെ കൊണ്ടുപോയോക്കാണ്. ഒരു സാധനം വായിക്കാൻ സമ്മതിക്കില്ല. ഇതെന്താ? മനസ്സിലാവില്ല പുസ്തകം. ഗോവിന്ദ പിഷാരടി കൃഷിയും ശാസ്ത്രീയ രീതികളും. ഇത് എവിടെ നിങ്ങൾക്ക് കിട്ടിയത്? ഇങ്ങടാ പഴയ മേശന്ന് കിട്ടിയാ വേണമെങ്കിൽ എടുത്തോ. എന്താണ്? ഇതാണ് എന്റെ പെൻഷൻ വൈകിച്ചിട്ടുള്ള ഒരു സാധനം. ഓ, അപ്പൊ മറ്റു സാധനങ്ങൾ ഞങ്ങളാണെന്നായിരിക്കും പറഞ്ഞു വരുന്നേ. സത്യശീലൻ സാറേ, നിങ്ങൾ പെൻഷനായിട്ട് ഇപ്പൊ 2 വർഷമായില്ലേ? ഇതുവരെയായിട്ട് നിങ്ങളുടെ സ്വഭാവത്തിന് യാതൊരു മാറ്റവും വന്നിട്ടില്ല. നിങ്ങൾ വലിയ ഇന്റലിജന്റ് ഒക്കെ ആയിരിക്കും, അത് പെൻഷൻ ആവുന്നതിന് മുമ്പ്. പിന്നെ ഇവിടെ കയറി വന്നിട്ട് അത്തരത്തിൽ ഡബിൾ മീനിങ് വെച്ചിട്ട് സംസാരിക്കല്ലേ. എന്ത് ഡബിൾ മീനിങ്? അല്ല, അത് പറഞ്ഞ കാര്യം നിങ്ങൾ കേട്ടാൽ മതി. നിങ്ങൾ ഇവിടെ കയറി വന്നിട്ട് ഞങ്ങളെയൊക്കെ സാധനം എന്നൊക്കെ വിളിക്കണില്ലേ? അത്തരത്തിലുള്ള വാക്കുകളൊന്നും വേണ്ട. എന്താണ് സാറേ ഈ പറയുന്നത്? ലൂലിത, നിങ്ങൾ എഴുതാപ്പുറം വായിക്കല്ലേ? എഴുതാപ്പുറം ഒന്നുമല്ല, അങ്ങനെ വിളിച്ചാ സാറേ വിളിക്കാണ്ട്. അപ്പൊ സത്യത്തിൽ നിങ്ങൾക്ക് ഇപ്പൊ ഈ പെൻഷന്റെ ആവശ്യമില്ല. അതെന്താ സാറേ അങ്ങനെ പറഞ്ഞത്? അല്ല, നിങ്ങൾ ഇവിടെ വന്നിട്ടുള്ള ഈ പെരുമാറ്റവും ഈ സംസാര രീതിയൊക്കെ കാണുമ്പോൾ എനിക്ക് അതാ തോന്നുന്നത്. എന്റെ സാറേ, ഞാൻ ഇവിടെ പല ഘട്ടങ്ങളിലായി 8-10 വർഷം ജോലി ചെയ്ത ഒരു ജീവനക്കാരനല്ലേ. അത് പെൻഷൻ ആവുന്നതിന് മുമ്പ്. പിന്നെ ഇവിടെ കയറി വന്നിട്ട് ഞങ്ങളെ ഒന്ന് ബുദ്ധിമുട്ടിപ്പിക്കല്ലേ. എന്റെ ലോലിത, ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടി വന്നതല്ലല്ലോ. ഞാൻ എന്റെ ഗതികേട് കൊണ്ട് വന്നതല്ലേ, എനിക്ക് അർഹതപ്പെട്ട പെൻഷൻ കിട്ടുന്നതിന് വേണ്ടി. നിങ്ങൾ ഈ ഓഫീസിൽ വന്നിടേ ഉദ്യോഗസ്ഥര മര്യാദ കെട്ടവൻ സാധനം എന്തൊക്കെ സംഭവമാണ്? എന്ത് ധൈര്യത്തിലാ? അതെ, നിങ്ങളോട് തർക്കിക്കാൻ ഞാനില്ല. കോയ സാറേ, ഇതാ NLC. ഇത് ഡയറക്ടർക്കൊന്ന് അയക്കണം. അയക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആജ്ഞാപിക്കല്ലേ. എനിക്ക് കാണിച്ചു തരാല്ല. നീ പോടാവൂല്ലേ? നീ എന്ത് കാണിച്ചു തരാനാ പറയുന്നത്? ഞാനേ പെൻഷനാക്കിയ 2 കൊല്ലം കയറി ഇറങ്ങും. ഒന്നും കാണാനില്ലടോ. ഞാനും ചിലതൊക്കെ ഉറപ്പിച്ചിട്ട് തന്നെ. ഒരാഴ്ചക്കകം എന്റെ NLC ഡയറക്ടറേറ്റിൽ എത്തിയില്ലെങ്കിൽ എല്ലാത്തിന്റെ കസേര ഞാൻ തെറിപ്പിക്കും. അതിന് വലിയ വേസ്റ്റ് ബോക്സിൽ ഇട്ട് സാറേ. അയാൾ ഒരു NLC. അഹങ്കാരം മാറിയിട്ടില്ല. നീ ആ ഫോൺ എടുത്ത് തലക്കടിക്കുന്നത് അന്നെ വലിയ ചെയ്യുമെന്ന് വിചാരിച്ച ഞാൻ ഇവിടുന്നുള്ള വരവ് കണ്ടിട്ട് ഞാനിവിടെ ഇരിക്കുമ്പോ അങ്ങനെ അദ്ദേഹത്തോട്ട് പോകാനൊന്നും പറ്റില്ല. അല്ല. കോയ സാറേ, ഇത് കണ്ട ആത്മഹത്യാ ഭീഷണി പെൻഷനർ കസ്റ്റഡിയിൽ. കൃഷി വകുപ്പിൽ നിന്നും പെൻഷൻ പറ്റിയ ജീവനക്കാരൻ കൊല്ലം ക്ലോക്ക് ടവറിന് മുകളിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കി.
തനിക്ക് പെൻഷൻ വൈകുന്നതിന് ഉത്തരവാദികളായ ജീവനക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് കൊട്ടാരക്കര വയലിൽ ഭാഗത്ത് ശ്രീമന്ദിരത്തിൽ സത്യശീലനാണ് ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. 3 മണിക്കൂർ ഇടപെട്ട് പോലീസും അഗ്നിശമന സേനയും ഒരുമിച്ച് അദ്ദേഹത്തെ കീഴ്പ്പെടുത്തിയെങ്കിലും 3 മണിക്കൂർ കസ്റ്റഡിയിൽ വെച്ചിട്ടാണ് പറഞ്ഞു വിട്ടത്. 3 മണിക്കൂർ കസ്റ്റഡിയിൽ വെച്ചെങ്കിൽ അനുഭവിച്ചിട്ടുണ്ടോ? ഇയാളെ പോലീസ് പിടിച്ചിട്ടുണ്ടാവും, ഇയാളെന്തെങ്കിലും തർക്കുതരം പഠിച്ചിട്ടുണ്ടാവും, നല്ല കട്ടില് കിട്ടിയിട്ടുണ്ടാവും. ഇവിടുന്ന് ഭീഷണിപ്പെടുത്തി പോയത് ചെയ്തു. അല്ല, ഒന്ന് ആലോചിച്ച് നോക്കുന്ന ഇജാതി അക്രമൊക്കെ ചെയ്യുമ്പോ ഈ ടവറിന്റെ മുകളിൽ കയറിയിട്ട് ചാടാൻ ഇടികൊണ്ട് പെടുത്താണ് സാറേ. ഹലോ, ഏത് സിനിമയുടെ? അല്ല, സോറി സാറേ, സോറി. ഡയറക്ടറാണ്, ഡയറക്ടർ. ഹലോ സാറേ. അതെ അതെ. എന്ത് സാറേ? സത്യശീലൻ. സത്യശീലൻ മരിച്ച? ഓ, നല്ലൊരു മനുഷ്യനായിരുന്നു. എന്നാലും അവസാനം അയാൾ വന്ന ദിവസം നീ വളരെ മോശമായിട്ടല്ലേ അയാളടുത്ത് പെരുമാറിയത്? മരിച്ചതല്ല, പിന്നെ കൊന്നതാ? സത്യശീലന്റെ പെൻഷൻ വൈകിപ്പിച്ചതിന് സസ്പെൻസ്. ആർക്ക്? സാറിന്? അല്ല, നമുക്ക് 3 ആൾക്കും. എന്തിന്?